സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓൾറൈറ്റ്, നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകാം. ഇന്ന് 2023 ഓഗസ്റ്റ് 10 വ്യാഴാഴ്ച. ഇന്ന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു. കൂടാതെ RBIയുടെ റിപ്പോ റേറ്റുകൾ അനൗൺസ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. ഒരു സംഭവ ബഹുലമായ ഒരു ദിവസമായിരുന്നു. നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അതിനു മുമ്പേ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. US മാർക്കറ്റ് സൂപ്പർ ബുള്ളിഷ് ആയിട്ട് പോവുകയാണ്. അതായത് ഡോ ജോൺസ് 436 പോയിന്റ് അഥവാ 1.24%, S&P 500 1.22%, നസ്ദാക്ക് 1.36%. സൂപ്പർ ബുള്ളിഷ് ആയിട്ടാണ് US മാർക്കറ്റ് പോകുന്നത്. യൂറോപ്യൻ മാർക്കറ്റും തീരെ മോശമല്ല, അതും നല്ല രീതിയിൽ ഗ്രീനിൽ തന്നെയാണ്. ഇൻട്രാഡേയിലെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഇൻട്രാഡേയിൽ ഗ്രീനിൽ തന്നെയാണ് രണ്ട് മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏഷ്യൻ മാർക്കറ്റും ഒട്ടും മോശമല്ല. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 19,646 ട്രേഡിംഗ് നടക്കുന്നത്. 46 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ ഇനി റെഡിലുള്ളത് തായ്വാൻ വെയ്റ്റഡും കോസ്പി മാത്രമാണ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ റെഡിലുള്ള. ബാക്കിയെല്ലാം തന്നെ ഇന്ന് സൂപ്പർ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ ഇന്നലെ $84.18 ഉണ്ടായത് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. 83.82 മാറിയിട്ടുണ്ട്. ഗോൾഡിന്റെ റേറ്റ് ഇന്നലെ $1922.56 ഉണ്ടായിരുന്നത് $1921.24 ആയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൈസാണ്. USD INR റേറ്റ് ഇന്നലെ 82 രൂപ 82 പൈസ ഉണ്ടായിരുന്നത് 82 രൂപ 69 പൈസയായിട്ട് മുന്നേറിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ രൂപയുടെ നില മെച്ചപ്പെടുന്നുണ്ട്. മേജർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ഇന്ന് 5.78% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അദാനി പോർട്സ് 2.55%, ദെൻ അദാനി എന്റർപ്രൈസസ് 2.18%, HDFC AMC 1.96%, ആസ്റ്റർ DM 1.72%, കുമിൻസ് ഇന്ത്യ 1.52%, JSW സ്റ്റീൽ ഇന്നലെ അബദ്ധവശാൽ ഒരു ലോസ് മേക്കേഴ്സിന്റെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. റിയലി സോറി ഫോർ ദാറ്റ്. അത് ടൈപ്പിങ്ങിൽ വന്ന ഒരു എററാണ് എന്ന് കരുതുന്നു. എന്തായാലും JSW സ്റ്റീൽ ഇന്നും പ്രോഫിറ്റിലാണ് 1.29%, TVS മോട്ടോഴ്സ് 0.86%, ടെക് മഹീന്ദ്ര 0.79%, M&M 0.74%, വിപ്രോ 0.53. വിപ്രോ ഇതുവരെയായിട്ട് 420 എത്തിയിട്ടുണ്ട്. IT സ്റ്റോക്കുകളൊക്കെ ചെറിയ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞതെല്ലാം പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനികളാണ്. ഇനി അതേസമയത്ത് ലോസ് ഉണ്ടാക്കിയ കമ്പനികൾ ലോറസ് ലാബ്സ് 3.25%, ICICI 2.75%, ഏഷ്യൻ പെയിന്റ്സ് 2.58%, AU ബാങ്ക് 2.26%, PFC, ITC, JABL, ജുബിലന്റ് ഫുഡ്സ്, കൊട്ടാക് ബാങ്ക്, ചോല ഫിനാൻസ്, ബ്രിട്ടാനിയ, അപ്പോളോ ഹോസ്പിറ്റൽ, ഇത്രയും കമ്പനികൾ നഷ്ടം ഉണ്ടാക്കിയതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ ലോറസ് ലാബ്സ് ആണ്. 3.25% ആണ് അവരുടെ ഇന്നത്തെ ലോസ്. ഇനി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ NSEയിൽ ഇന്ന് 852 സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ 1184 സ്റ്റോക്കുകൾ നഷ്ടമാണ് വരുത്തി വച്ചിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 11,533 കോടിയുടെ ബൈങ്ങും 11,202 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 331 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,153 കോടിയുടെ ബൈങ്ങും 8,450 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 703 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. എന്തായാലും ഇന്ന് ഇരുകൂട്ടരും ബൈങ് അല്ലെങ്കിൽ പണം മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 1,034 കോടിയുടെ നെറ്റ്, അതായത് 1,034 കോടിയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണുന്നത്. ഇനി കഴിഞ്ഞ 5 ദിവസം നോക്കുകയാണെങ്കിൽ ഇന്നലെയും മിനിഞ്ഞാന്നും എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോറിൻ ആയാലും ഡൊമസ്റ്റിക് ആയാലും മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്തിരുന്നു. മിനിഞ്ഞാന്ന് 46 കോടി, ഇന്നലെയും അതേപോലെ തന്നെയാണ് കാണുന്നത് ഏകദേശം. എന്തായാലും ഇന്ന് നല്ല രീതിയിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. പുട്ട് കോൾ റേഷ്യോ, നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1.18 ആയിരുന്നു. ന്യൂട്രലായിട്ട് ഇന്നത് 0.91 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ന്യൂട്രൽ എന്ന ഒരു മോഡിലേക്കാണ് മാർക്കറ്റ് നിഫ്റ്റി ഇന്ന് എത്തിയിരിക്കുന്നത്. സ്പോട്ട് ഞാനിവിടെ എപ്പോഴും അബദ്ധവശാൽ പറയാറുണ്ട്, സ്പോട്ട് ഇന്ന എമൗണ്ടിൽ ട്രേഡിംഗ് നടക്കുമ്പോൾ സ്പോട്ടിൽ ട്രേഡിംഗ് നടക്കാറില്ല. സ്പോട്ട് എന്നുള്ളത് ഒരു വാല്യൂ മാത്രമാണ്. അപ്പോൾ സ്പോട്ട് 19,543 നിൽക്കുമ്പോൾ അവിടെ നിന്ന് 58 പോയിന്റ് മുകളിലായിട്ട് 19,601 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.76 ആയിരുന്നു, ഇന്ന് അത് 0.80 ആയി മാറിയിട്ടുണ്ട്.
സ്പോട്ട് 44,542 അവിടെ നിന്ന് 209 പോയിന്റ് മുകളിലായിട്ട് 44,751 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഇനി സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ, നിഫ്റ്റി എനർജി, നിഫ്റ്റി മെറ്റൽ ഈ 3 സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വളരെയധികം നെഗറ്റീവായിട്ടാണ് എല്ലാ സെക്ടറുകളും ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണുന്നത് 3 സ്ഥലങ്ങളിൽ കാണുന്നത് 19,500-ലും ഇനി മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ 19,600-ലും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ശരിക്കും അതിൻ്റെ ഇടയിൽ റേഞ്ച് ബോണ്ടായിട്ട് നീങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ന് എക്സ്പയറി ആയിരുന്നു. തീർച്ചയായിട്ടും 19,500-ൽ അതേപോലെ 19,550, 19,600 ഇത് 3 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. നിഫ്റ്റിയുടെ കോളിൻ്റെ 8,57,00,000 കോളം റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 6,82,00,000 പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി പുട്ട് കോൾ റേഷ്യോ വരുന്നത് 0.8 ആണ്. എന്തായാലും മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് 19,543. എനിക്ക് തോന്നുന്നു ഈ വരുന്ന ആഴ്ചയിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ 19,500-ൻ്റെയും 600-ൻ്റെ ഇടയിലായിട്ട് ഒരു നാരോ റേഞ്ചിൽ പോകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എന്തായാലും മാർക്കറ്റിൽ സ്വാഭാവികമായ ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട്സുകളെല്ലാം തന്നെ അൺവൈൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഷോർട്ട് കവർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോഴും കിടക്കുന്നത് 44,500-ലാണ്. 44,500 ഇന്നലെ അത് 45,000-ലായിരുന്നു. ഇന്ന് 44,500-ലാണ് കിടക്കുന്നത്. അതേപോലെ ഇനി മുകളിലോട്ടാണ് ഹയസ്റ്റ് ഉള്ളത്. താഴോട്ട് കാര്യമായിട്ട് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുകളൊന്നും തന്നെ കാണുന്നില്ല. മുകളിലോട്ടാണുള്ളത്. തീർച്ചയായിട്ടും 45,000-ലും ഇന്നലെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് അവിടെ തന്നെ അതേ ആസിറ്റീസ് നിൽക്കുമ്പോൾ തന്നെ 44,500-ൽ പുട്ടിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിട്ടുണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 45,000-ലുള്ള കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ 44,500-ൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓപ്ഷൻ റൈറ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കുന്നത് ശരിയായി വരില്ല. എന്തായാലും 3,26,00,000 കോൾസും 3,21,00,000 പുട്ടും ആണ് ഇത് റൈറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ട് കോൾ റേഷ്യോ 1 ഏകദേശം വരുന്നത് 1 തന്നെയാണ്. ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നാലും പുട്ട് കോൾ റേഷ്യോ 1 വരുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് 44,541-ലാണ്. ഫിൻ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ മുകളിലോട്ടാണ് ഹയസ്റ്റ് ഉള്ളത്. 20,000-ലാണ് കോള് നല്ല രീതിയിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓവറോൾ 92,00,000 കോൾസും 63,00,000 പുട്ടുമാണുള്ളത്. പുട്ട് കോൾ റേഷ്യോ 0.7 ഇത് പ്രകാരം വരുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് 19,890-ലാണ്. 19,900 എന്തായാലും കടന്നു പോകും. പക്ഷേ 20,000 കടന്നു പോവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേരുകൾ ഞാൻ വായിക്കാം. കാരണം ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. നാളെ ഫ്രൈഡേ ഓഗസ്റ്റ് 11 ONGCയുടെ നാളെയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ABB ലിമിറ്റഡ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, സൈദൂസ് ലൈഫ് സയൻസ്, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇൻഫോ എഡ്ജ് ഇന്ത്യ ലിമിറ്റഡ്, മുത്തൂറ്റ് ഫിനാൻസ്, ആസ്ട്രൽ ലിമിറ്റഡ്, NHPC, പതാഞ്ജലി ഫുഡ്സ്, FSN ഇ കൊമേഴ്സ് വെഞ്ചേഴ്സ്, NMDC, വോൾട്ടാസ്, ടിംകൻ ഇന്ത്യ ലിമിറ്റഡ്, ഗ്ലെൻമാർക്ക് ഫാർമ, Sun TV Network, the New India Assurance Company, Vinati Organics, Pfizer Limited, National Aluminium, Godrej Industries, LG Equipments, NMDC Steel, Raymond Limited, ITI Limited, Jindal, TTK Prestige Limited, Kalpataru Projects, Sri Renuka Sugars, City Union Bank, Galaxy Surfactants and Action Construction Equipments, PNC Infratech, Cochin Shipyard, BEML, Taiga Industries, Bombay, Burma Trading Corporation, Garden Reach, Shipbuilders, HEG, Hindustan Foods Limited, Kanna Metal India Limited, Rashtriya Chemicals and Fertilizers, Arkan Chemicals, Reliance Infrastructure, HBL, Bengal and Assam Company. ഇങ്ങനെ നിരവധി കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. ഈ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസൾട്ടുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കാം അടുത്ത ആഴ്ചത്തേക്കുള്ളത്. ഓഗസ്റ്റ് 17 വ്യാഴാഴ്ച കോർപ്പറേറ്റ് ആക്ഷൻസിലൊക്കെ നോക്കാം. ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ₹1 പെർ ഷെയർ ഡിവിഡൻഡ് ആണ്. ബനാറസ് ഹോട്ടൽസ് ₹20 പെർ ഷെയർ. ഭാരത് ഇലക്ട്രോണിക്സ് 60 പൈസ പെർ ഷെയർ. ഹെറൻബ ഇൻഡസ്ട്രീസ് ₹1.25. IG പെട്രോകെമിക്കൽസ് ₹10. IL&FS ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജേഴ്സ് 80 പൈസ. ഇന്ത്യ
പെസ്റ്റിസൈഡ്സ് 75 പൈസ പെർ ഷെയർ, ഇൻഡസ്ട്രിയൽ പ്രുഡൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി 60 രൂപ പെർ ഷെയർ, JB കെമിക്കൽസ് 9 രൂപ 25 പൈസ, നീലമലൈ അഗ്രോ ഇൻഡസ്ട്രീസ് 30 രൂപ പെർ ഷെയർ, റിലാക്സോ ഫുട്വെയർ 2 രൂപ 50 പൈസ, ഷിൽച്ചാർ ടെക്നോളജീസ് 10 രൂപ പെർ ഷെയർ, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് 50 പൈസ പെർ ഷെയർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 30 പൈസ പെർ ഷെയർ, യമുന സിൻഡിക്കേറ്റ് ലിമിറ്റഡ് 325 രൂപ പെർ ഷെയർ, വേദാന്ത് ഫാഷൻസ് 9 രൂപ പെർ ഷെയർ, വി ഗാർഡ് ഇൻഡസ്ട്രീസ് 1 രൂപ 30 പൈസ പെർ ഷെയർ. ഇത്രയാണ് അടുത്ത വ്യാഴാഴ്ച വരാനുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ്. നാളെ വരാനുള്ള മേജർ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ UK ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്, UK GDP, UK ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, UK മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ, UK ട്രേഡ് ബാലൻസ്, ചൈന ന്യൂ ലോൺസ്, US IEA മന്ത്ലി റിപ്പോർട്ട്, ഇന്ത്യ CPI, US PPI. ഇത്രയും ഈവൻറ്റുകൾ നമ്മൾ ഇന്ത്യയിലുള്ള ഇതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകം കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കിനി ലെവൽസ് നോക്കാം. ലെവൽസ് നോക്കുന്നതിന് മുമ്പേ നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ ഒന്ന് ഓടിച്ച് നോക്കാം. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് 27 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ്. എന്തായാലും 128 പോയിന്റിന്റെ അപ് ഡൗൺ മൂവ്മെന്റിലൂടെ 0.65% ആണ് നിഫ്റ്റിയിൽ നിന്ന് മൂവ്മെന്റ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,605 നിന്ന് 62 പോയിന്റ് നഷ്ടത്തിൽ 19,543 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി BSE സെൻസെക്സ് ഇന്ന് 50 പോയിന്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പണായി 447 പോയിന്റിന് അഥവാ 0.68% അപ് ഡൗൺ മൂവ്മെന്റ് നമുക്ക് കിട്ടി. ഓപ്പണായ 65,945 നിന്ന് 257 പോയിന്റ് നഷ്ടത്തിൽ 65,688 മാർക്കറ്റ് അവസാനിച്ചു. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 2.33% വർദ്ധിച്ചുകൊണ്ട് 11.4 ഇന്ത്യ വിക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 83 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. 562 പോയിന്റിന് അഥവാ 1.25% ഇൻട്രാഡേ മൂവ്മെന്റ് അപ് ഡൗൺ മൂവ്മെന്റ് നമുക്ക് കിട്ടി. ഇന്ന് ഓപ്പണായ 44,797 നിന്ന് 256 പോയിന്റ് നഷ്ടത്തിൽ 44,541 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചു. ഫിൻ നിഫ്റ്റി ഇന്ന് 35 പോയിന്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പണായി. അവിടെ നിന്ന് നമുക്കൊരു 220 പോയിന്റിന്റെ ഒരു അപ് ഡൗൺ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 20,009 നിന്ന് 118 പോയിന്റ് നഷ്ടത്തിൽ 19,890 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ലെവൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 19,544 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, 9.7%. എന്തായാലും ഈ ഒരു മാസത്തിൽ 155 ട്രേഡിൽ നിന്നും 1,99,000, അതായത് 100% പ്രോഫിറ്റാണ് ഇതുവരെയായിട്ട് ഈ 10 ദിവസം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ്. അതുപോലെ ഏറ്റവും ദോഷകരമായിട്ട് ഈ ഒരു ഞങ്ങളുടെ റിസൾട്ടിനെ ബാധിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ലോട്ട് സൈസ് കുറച്ചതോടുകൂടി ഹൈ വൊളാറ്റൈലാണ് സ്റ്റോപ്പ് ലോസ് എടുത്തു പോകുന്ന ഒരു ഭയങ്കരമായിട്ട് എപ്പോഴും എല്ലാ ദിവസവും ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർക്ക് ഒന്നുകിലൊരു കോസ്റ്റ് ബ്രേക്ക് ഈവൻ ആയിട്ട് അല്ലെങ്കിൽ ലോസിൽ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ ഞങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഓൾറൈറ്റ്, നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. ലെവൽസ് ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് നമ്മുടെ നോ ട്രേഡ് സോണിൻ്റെ ജസ്റ്റ് അബോവ് ഓപ്പൺ ആയി. അവിടെ നിന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു. ഈ സമയത്താണ് നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒരു പത്രസമ്മേളനം ആരംഭിച്ചത്. സോ ആ സമയത്തേക്ക് മാർക്കറ്റ് ഒറ്റയടിക്ക് താഴോട്ട് വന്നിട്ട് പിന്നീട് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ആ ഒരു റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്ത് പോയി എന്നേ ഉള്ളൂ. ഇന്ന് ഒരു എക്സ്പയറി ദിവസമായിട്ട് അതിന് ഒരു വലിയ മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. ഈ ഒരു ഫോളാണ് ഞങ്ങൾക്ക് മുതലാക്കാൻ പറ്റിയത്. മോർണിംഗിലുള്ള വൈകുന്നേരമൊക്കെ വളരെ ശോകമൂകമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഈവൻ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഈ പത്രസമ്മേളനം തുടങ്ങുന്ന സമയത്തുള്ള 10 മണിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഫോളിലാണ് എല്ലാവർക്കും പ്രോഫിറ്റ് ആയത്. ബാക്കിയൊക്കെയും ഇന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച് അങ്ങ് പോവുകയും ചെയ്തത്. കാര്യമായ ഒരു വലിയ മൂവ്മെന്റ് ഇവിടെ കാണാനില്ല. എന്നാലും കൂടി പുട്ട് സൈഡിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ താഴോട്ടുള്ള എല്ലാ ലെവൽസും അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. കാരണം ബ്രേക്ക് ഡൗൺ ലെവലിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സപ്പോർട്ട് 1, സപ്പോർട്ട് 2, സപ്പോർട്ട് 3 മൂന്നും ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു രീതിയിലുള്ള മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഫിൻ നിഫ്റ്റിയിലും അമിതമായ ഒരു ഇതൊന്നും കിട്ടിയില്ല. ആ 10 മണിക്ക് വന്ന ആ ഒരു ഫോളോ തന്നെ ഉള്ളൂ. കാരണം ഇതിനകത്ത് മൂവ്മെന്റ് കുറവായിരുന്നു. സെൻസെക്സ് ഇന്ന് അത്യാവശ്യം പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കിട്ടിയതുപോലെ 100% ഒന്നും ഇന്ന് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഓവറോൾ മാർക്കറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ക്യാൻഡിൽ ഫോർമേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഈ ഒരു രീതിയിലേക്കാണോ വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം.
അപ്പോൾ ഇവിടെ ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് മാർക്കറ്റിന് 19,494 541 നല്ല രീതിയിൽ മാർക്കറ്റിനെ നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മുകളിലോട്ട് തന്നെ മാർക്കറ്റിനെ തള്ളിക്കയറ്റുന്നുണ്ട്. സോ ഇവിടുന്ന് ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ എങ്ങോട്ടെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇനി ഫർദർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് വായി തോന്നിയ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഏകദേശം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കണം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്തത്. കാരണം ഇവിടെ ക്ലിയർലി ഇതൊരു എന്താ പറയുക, ഒന്നുകിൽ ഇവിടെ ഒരു ഡബിൾ ബോട്ടം എന്ന ഒരു പാറ്റേണിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് വന്നു, ബോട്ടം ക്രിയേറ്റ് ചെയ്തു, പുൾ ബാക്ക് വന്നു, ഇവിടെ നിന്ന് അടുത്ത ബോട്ടം ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്നാണ് തീരുമാനമാകേണ്ടത്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെങ്കിൽ, താഴോട്ട് പോകണമെങ്കിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം നോർമലി ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവിടെ വന്ന് ടച്ച് ചെയ്യും, പുൾ ബാക്ക് എടുക്കും, അടുത്ത വരവിന് അത് പൊട്ടിച്ച് താഴോട്ട് പോകും. ഇനി അതല്ല, ഈ ഒരു ടെസ്റ്റിങ്ങിനെ ഒരു എന്താ പറയുക, ഡബിൾ ബോട്ടം റിവേഴ്സലാക്കി മാറ്റണം അല്ലെങ്കിൽ W പാറ്റേൺ ആക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നാളെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ ഈ ഒരു ലെവൽ തന്നെ, അതായത് 46,297 വരെയും മാർക്കറ്റ് തിരിച്ചു കയറി പോകുന്നത് ചെയ്യും. പക്ഷേ ഇത് രണ്ടിലേതാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നാളെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നാളത്തെ ക്യാൻഡിൽ ഇപ്പോൾ ഇതാ ഈ ഒരു ദിവസം വന്ന് ഓഗസ്റ്റ് 2-ാം തീയതി വന്നതുപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വരികയാണെങ്കിൽ, ഇവിടെ ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 leg റിവേഴ്സൽ അല്ലെങ്കിൽ 2 leg റിവേഴ്സൽ അല്ല, ഇത് ഡബിൾ ബോട്ടം എന്ന ഒരു പാറ്റേണിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇനി ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ സെൻസെക്സും നിഫ്റ്റിയും ഓൾമോസ്റ്റ് സെയിം അതേ രീതിയിലാണ് പോകുന്നത്. ഇതിന് രണ്ടിനും ഇവിടെ, അതായത് നിഫ്റ്റിക്ക് കിട്ടിയതുപോലെ ഒരു സൂപ്പർ സപ്പോർട്ട് 65,707 488 ഈ രണ്ട് ലെവലിൽ ഇതിന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ മാർക്കറ്റ് പൊട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് താഴോട്ട് പോവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്നുകിൽ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് മുകളിലോട്ട് തന്നെ കയറി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അതല്ല, ഇവിടുന്ന് ഈ ഒരു ഇത് കംപ്ലീറ്റ്, ഈ ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് വരിക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 65,000 ആയിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റുക സെൻസെക്സിൽ. ഓൾ റൈറ്റ്. ഇനി നമ്മുടെ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ, മിഡ് ക്യാപ്പിൽ ഇപ്പോഴും അതൊരു സൈഡ് വൈസ് ഇങ്ങനെ വലിഞ്ഞു പോവാണ്. ഈ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതാ ഈ ഒരു ലെവല്, ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. അതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ടാസ്ക്. നോക്കാം. ഇന്നും അത് ഹൈ ടച്ച് ചെയ്തു എന്നല്ലാതെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വലിയ ക്യാൻഡിൽസ് വന്ന് കയറി അങ്ങ് പോവും, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് രീതിയിൽ അത് കയറി അങ്ങ് പോകും. എന്തായാലും നാളെയുള്ള മാർക്കറ്റ്, നമുക്ക് നാളെ വെള്ളിയാഴ്ച ഒരു വീക്കെൻഡാണ്. നോർമലി ഇങ്ങനെയുള്ള വീക്കെൻഡിൽ ഒരു ക്ലിയർ പിക്ചർ കിട്ടാറില്ല മാർക്കറ്റിനെ കുറിച്ച്. പക്ഷേ കുറേ വെള്ളിയാഴ്ചകളിൽ 2 മണി മുതൽ നല്ല മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ നാളെയും ആ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ള വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. പിന്നെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കീഴിൽ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയുക. പറ്റുമെങ്കിൽ നമുക്ക് ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. കൃത്യമായിട്ടും എല്ലാ ഡീറ്റെയിൽസും നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് താല്പര്യമുള്ളവരും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും ആരൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് അറിയാനും കൂടിയാണ് ഇത് പറയുന്നത്. അവസാന മൊമെൻറ്റിൽ ഇത് പറയാൻ കാരണം അതാണ്, അവസാനം വരെ ആരൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിവേ, ഗെറ്റ് ടുഗദർ എവിടെ, കോഴിക്കോട് ആ ഭാഗത്ത് എവിടെയെങ്കിലും നടത്താനാണ് പ്ലാൻ. നോക്കാം നമുക്ക് എത്ര പേരുണ്ടാവും എന്നതിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു ദിവസം അടിച്ചു പൊളിച്ചു കൂടാം. ഓൾ റൈറ്റ്. പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.